എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 182 പറയാൻ പോകുന്നത്. ഈ വീഡിയോ എന്നെ സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തോടുകൂടി നമ്മൾ ഈ ആർക്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കുകയാണ്. ഈ ആർക്ക് തുടങ്ങാൻ നേരം നമ്മുടെ ചാനലിൽ 0 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആർക്ക് എൻഡ് ആകുമ്പോൾ നമുക്ക് ഏകദേശം 10,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആനിമിന്റെ ബാക്കിയുള്ള വീഡിയോസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഡീമൺ സ്ലെയറിന്റെ ബാക്കി ചാപ്റ്റേഴ്സ് കൂടെ കവർ ചെയ്യാം. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അധികം താമസിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമുക്ക് മൂസാനെ കാണാം. മൂസാനെ നോക്കിക്കൊണ്ട് നമ്മുടെ ടാഞ്ചുറ് ചിന്തിക്കുകയാണ്, തല മുറിച്ച് മാറ്റിയാലും അവനെ അങ്ങനൊന്നും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. സൂര്യപ്രകാശത്തിന് കീഴിൽ അവനെ കൊണ്ട് നിർത്തിയാലേ എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിക്കാൻ സാധിക്കൂ. കിരിയുടെ ഓർഡേഴ്സ് അനുസരിച്ച് ബാക്കിയുള്ള പില്ലേഴ്സ് ഇവിടെ എത്തുന്നിടം വരെ എങ്ങനെയെങ്കിലും ഈ ഫൈറ്റ് ഡ്രാഗ് ചെയ്യണം. സോ മൂസാനെ കുറിച്ചുള്ള കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുവരെ എങ്ങനെയും സർവൈവ് ചെയ്യാനും അത് കഴിഞ്ഞാണ് ശരിക്കുള്ള ബാറ്റിൽ തുടങ്ങുന്നതെന്നും ടാഞ്ചുറ് തന്റെ മൈൻഡിൽ പറയുന്നുണ്ട്. ഒട്ടും താമസിക്കാതെ മൂസാൻ തന്റെ ഷാർപ്പായിട്ടുള്ള കൈകൾ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് നിന്ന ഗിയുവിനെയും ടാഞ്ചുറിനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അവരവിടുന്ന് ഒഴിഞ്ഞു മാറുന്ന സീൻ നമുക്ക് കാണാം. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം തരിപ്പണമാക്കിക്കൊണ്ട് മൂസാൻ തന്റെ വിയേർഡായിട്ടുള്ള കൈകൾ ഉപയോഗിച്ച് ചന്നം പിന്നെ അവരെ അറ്റാക്ക് ചെയ്യുന്ന കാണാം. എങ്ങനെയൊക്കെയോ ഗിയും ടാഞ്ചുറയും അതും ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. കുറെ അറ്റാക്ക് ഗിയു തടഞ്ഞെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കാൻ അവന് സാധിച്ചില്ല. അവന്റെ കൈ വാള് പോലെ ഷാർപ്പാണെന്നും അത് ദൂരങ്ങളിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ അത് വളരെ ഫാസ്റ്റ് ആണെന്നും ഗിയു ചിന്തിക്കുന്നുണ്ട്. മൂസാന്റെ പവറുമായി മാച്ച് ചെയ്യാൻ അവർക്ക് ഒട്ടും സാധിക്കുന്നില്ല. വളരെ വലിയൊരു അറ്റാക്കിംഗ് റേഞ്ച്. കണ്ണുകൾ കൊണ്ട് അവന്റെ കൈ മൂവ് ചെയ്യുന്ന കാണാൻ പോലും പറ്റുന്നില്ല. സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറുന്നു. ഗിയും ടാഞ്ചുറയും ആകെ ഡിസപ്പോയിന്റ് ആകുന്നുണ്ട്. കൈ മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ടാഞ്ചുറയ്ക്ക് അവിടെ ഒരു ഗോൾഡൻ ചാൻസ് വരികയാണ്. മൂസാനെ അറ്റാക്ക് ചെയ്യാനുള്ള ആ പാത്തിലൂടെ ടാഞ്ചുറ വളരെ ഫാസ്റ്റ് ആയിട്ട് അടുത്തു. അവന് നേരെ വന്ന ഒരു അറ്റാക്ക് അവൻ എങ്ങനെ ഒഴിഞ്ഞു മാറി. തന്നെ കൊണ്ട് പറ്റുമെന്ന കോൺഫിഡൻസിൽ അവൻ മൂസാന് തൊട്ടടുത്ത് എത്തിയപ്പോഴേക്ക് മൂസാന്റെ അടുത്ത അറ്റാക്ക് അവന് നേരെ വന്നിരുന്നു. ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അതിന് സാധിക്കാതെ അവന്റെ വലത് കണ്ണ് മുറിഞ്ഞ് അവൻ താഴേക്ക് നിലം പതിക്കുന്ന കാണാം. ഒട്ടും വൈകാതെ നിലത്ത് കിടക്കുന്ന ടാഞ്ചുറയ്ക്ക് നേരെ മൂസാൻ അവന്റെ അടുത്ത അറ്റാക്കും തൊടുത്തുവിട്ടു. അതവന് കൊള്ളുന്നതിന് സെക്കൻഡുകൾക്ക് മുന്നേ നമ്മുടെ ഗിയു വന്ന് ടാഞ്ചുറനെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന നമുക്ക് കാണാം. അവന്റെ അടുത്തേക്ക് പോകരുതെന്നും അപ്പർ മൂൺസിന്റെ സ്ട്രെങ്ത് വെച്ച് മൂസാനെ കമ്പയർ ചെയ്യരുതെന്നും ഗിയു പറയുന്നുണ്ട്. അവർ നിൽക്കുന്ന സ്ഥലത്ത് ഡോർസോ കവേഴ്സോ ഒന്നും ഇല്ലാത്തതിൽ ഗിയു ആകെ ടെൻഷൻ അടിക്കുന്ന കാണാം. നിങ്ങൾ ഇത് ഡ്രാഗ് ചെയ്ത് ടൈം കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്നും ലൈറ്റിന് ഈ ഇൻഫിനിറ്റി കാസിൽ പ്രവേശിക്കാൻ പറ്റത്തില്ലെന്നും കേവലം പില്ലേഴ്സ് വന്നിട്ട് എന്ത് കാണിക്കാനാണെന്നും മൂസാൻ അവിടെ പരിഹസിക്കുന്നുണ്ട്. ഇത് കേട്ട് ടാഞ്ചുറും ഗിയും ഞെട്ടി നിൽക്കുന്ന നമുക്ക് കാണാം. എന്നിട്ട് മൂസാൻ തുടരുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ 2 പില്ലേഴ്സിനെ എന്റെ സപ്പോർട്ടിനായിട്ട് ഓൾറെഡി കൊന്നു കളഞ്ഞുവെന്ന്. തൊട്ടടുത്ത സീനിൽ നമുക്ക് കാണാം നാക്കിമയുടെ ഫ്രണ്ടില് നമ്മുടെ ഒബനായ മിറ്റ്സുരി മരിച്ചു കിടക്കുന്നത്. മൂസാൻ ഉടനെ തന്നെ അടുത്ത അറ്റാക്ക് ചെയ്യുന്ന കാണാം. ടാഞ്ചുറ ഗിയോനെ തള്ളി മാറ്റി ആ അറ്റാക്കിൽ നിന്ന് അവർ രണ്ടുപേരും കഷ്ടിച്ച് രക്ഷപ്പെടുന്നുണ്ട്. ഇവർക്കൊരു ബാധ്യതയാകരുതെന്നും ഗിയുവിന്റെ ലൈഫ് ഡേഞ്ചറിലാണെന്നും ടാഞ്ചുറയുടെ മൈൻഡിൽ പറയുന്നുണ്ട്. ഒരു കണ്ണ് പോയാലും എന്റെ സ്മെല്ല് ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ആക്കാമല്ലോ പറഞ്ഞ് ടാഞ്ചുറ അടുത്ത അറ്റാക്കിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ മൂസാന്റെ അടുത്ത അറ്റാക്ക് വളരെ ഫാസ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ടാഞ്ചുറയ്ക്ക് അത് സ്മെല്ല് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവനവിടുത്തെ ഭിത്തിയിലിടിച്ച് താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. സൈഡിൽ നിന്നും ഗിയു ടാഞ്ചുറു എന്ന് അലച്ചു വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മൂസാന്റെ അറ്റാക്ക് ടാഞ്ചുറിന്റെ കഴുത്തിലേക്ക് അടുത്തിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ ടാഞ്ചുറ നിസ്സഹായനായി നിന്നു. തൊട്ടടുത്ത സീനിൽ നമുക്ക് കാണാം ആ അറ്റാക്കിനെ നിർത്തുന്ന വിധത്തിൽ മുകളിൽ നിന്ന് റൂഫ് പൊളിച്ച് നമ്മുടെ മിറ്റ്സുരി ചാടി വീഴുന്നത്. അവള വരുന്ന വരവിൽ മൂസാന്റെ ദേഹത്ത് തന്റെ വാളെടുത്ത് കുറെ വീശുന്ന കാണാം. എല്ലാ അറ്റാക്സും മൂസാന്റെ ദേഹത്ത് കൊണ്ടുവന്ന് ഭാവിച്ചിരുന്ന മിറ്റ്സുരി മൂസാൻ തിരിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അവൾ ചെയ്ത ഒരു അറ്റാക്കും മൂസാന്റെ രോമത്തിൽ പോലും കൊണ്ടിട്ടില്ല. കൊണ്ട അറ്റാക്കുകളൊന്നും മൂസാനാണെങ്കിൽ ഏശിയിട്ടുമില്ല. അവളിത് കണ്ടതും ഞെട്ടി വിയർക്കുന്നുണ്ട്. ഒബനായ ആ സമയത്ത് തന്നെ ടാഞ്ചുറനെ രക്ഷിച്ച് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് വെക്കുന്ന കാണാം. എന്നിട്ട് അവൻ ടാഞ്ചുറയോട് പറയുന്നുണ്ട്, നീ ഒരു ബാധ്യതയെ വരികയാണെന്ന്. ടാഞ്ചുറ ആകട്ടെ ഒബനായ മിറ്റ്സുരി മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ അവിടെ അവൻ ഹാപ്പി ആകുകയാണ്. നീ ആദ്യം നിന്റെ കാര്യം നോക്കാൻ ഒബനായി ടാഞ്ചുറയ്ക്ക് മറുപടിയെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നും ഇവർ രണ്ടുപേരും എന്താ ഇതുവരെ മരിക്കാഞ്ഞതെന്നും നാക്കിമെ നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്നും മൂസാൻ അലച്ചുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് പാനൽ കാണിക്കുമ്പോഴാണ് നമുക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടുന്നത്. യൂഷ്വലാണെങ്കിൽ അവന്റെ കൈയെടുത്ത് നാക്കിമേന്റെ തലയിലൂടെ തുളച്ചു കയറ്റി അപ്പർ മൂണിനെ അവന്റെ കൺട്രോളിൽ കൊണ്ടുവരികയാണ്. അവൾ എന്താണ് ചെയ്യുന്നത് എന്നല്ലേ നീ ചോദിച്ചതെന്നും അവളുടെ സൈഡ്സ് ഞാനാണിപ്പോ കൺട്രോൾ ചെയ്യുന്നതെന്നും അപ്പൊ മൂസാന് മറുപടിയെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇൻഫിനിറ്റി കാസിൽ മൊത്തം കിടന്ന് കുലുങ്ങുന്ന നമുക്ക് കാണാം. മൂസാനാണെങ്കിൽ ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് യൂഷിയെ തുടരുന്നുണ്ട്, നീ തമ്മായവനെ എന്നിൽ നിന്ന് അകറ്റിയെന്ന്. തൊട്ടടുത്ത പാനൽ കാണിക്കുമ്പോൾ കണ്ണിക്കൂടൊക്കെ വെള്ളം വന്നിട്ട് പക്ക ഡീമൺ ഫോം നിൽക്കുന്ന യുഷിറോനെ കാണാം. അവൻ പറയുന്നുണ്ട്, ഈ നിമിഷം നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന്. ഇവിടെ വെച്ചാണ് നമ്മുടെ 182 ചാപ്റ്ററും ഇൻഫിനിറ്റി കാസിലാർക്കും എൻഡ് ആകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.